നീ കൂട്ടുകാരായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴയുടെ സൈഡിൽ ഇരുന്നിട്ട് എന്നിട്ട് ഈ പുഴ സൈഡിൽ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നീ പുഴയിലിട്ടായിരുന്നു. അവിടെ ഇനി ഇച്ചിരി ഭക്ഷണം കഴിച്ച് 1-2 പാത്രങ്ങൾ വിടുന്ന വെച്ചാൽ എന്ത് വകുപ്പാണ് സാറേ ഇതൊക്കെ? പുഴയിൽ മാലിന്യം ഇട്ടു. പുഴയിൽ മാലിന്യം ഇട്ടു. അതിനെന്നാ വകുപ്പ്? IPC 354 വകുപ്പ് അനുസരിച്ച് നീ അകത്താവും. 2 വർഷം കഠിന തടവും പിന്നെ ഒരു 5 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. എങ്ങനെ പുഴയിൽ മാലിന്യം ഇട്ട IPC 354. സാറിനൊക്കെ ആരാ സാറേ പോലീസാക്കി? എന്തുവാണ് മാലിന്യം ഇട്ട അതല്ല, പിന്നെ ഇത് പെണ്ണുങ്ങൾ അശ്ലീലം പറഞ്ഞാണ് 354 ഫോണിലൂടെ. അതാണ് എനിക്കറിയാം. എനിക്കറിയാം നിയമം കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ആളാ. ഇപ്പൊ വന്ന പെണ്ണുമ്പോൾ അല്പം പറഞ്ഞോണ്ട് പോയല്ലേ ഫോണിൽ അശ്ലീലം പറഞ്ഞ കേസ്. എത്ര പേരോട് പറഞ്ഞ എത്ര കേസ് പിടിച്ചിട്ടുണ്ടെന്നറിയോ? ഈ വകുപ്പ് 354 ഈസി ആയിട്ട് പുഷ്പം പോലെ മാലിന്യം ഇട്ട ഊരിപ്പോരും പുള്ളി. അതാണ് ഓരോ നിയമങ്ങളും. വേറെ വകുപ്പുണ്ട്. ഇവനെ ആൾമാറാട്ടം നടത്തി. നീ മണൽ വാരി ആരാന്ന് പറഞ്ഞ കൂട്ടുകാരൻ. എടാ നീ ചെയ്ത തെറ്റ് മറ്റുള്ളവന്റെ പെടലേക്ക് വെച്ചിട്ട് നീ ആണെന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം. IPC 420 ആണ് കറക്റ്റ് ആയിട്ടുള്ള വകുപ്പ്. നീ പെട്ടു. നീ 420 അതെന്ത് വകുപ്പ്? അത് മണൽ വാരൽ 420. എനിക്ക് കൺഫ്യൂഷൻ. ഹിന്ദിയിലെ 420 അത് ഭായിമാരുണ്ടാക്കുന്ന ഒരു മുറുക്കാനാ സാറേ. സാറ് ഈ ആവശ്യമില്ലാത്ത വകുപ്പിന് ഒന്നും വരല്ലേ? അതൊന്നും അല്ല, വേറെ വകുപ്പുണ്ടോ നോക്ക് സാറ്. വേറെ വകുപ്പുണ്ട് സാറേ. ഞാൻ പിന്നെ പൊക്കിക്കൊണ്ട് പൊക്കോളാം. വേറെ വകുപ്പുണ്ട് സാർ, അത് പറ. 337 ആയിരിക്കും. അതേത് വകുപ്പാ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 337 വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാപ്രാണികളെ മരത്തിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. അതാണ് 337. മങ്ങാട്ട മത്തായിച്ചാട്ടം പെണ്ണുമ്പളങ്ങൾ കൂടി പ്ലാവെ കെട്ടിയിട്ട് പച്ചപ്ലാവെ കെട്ടിയിട്ട് തുണി അഴിച്ചു കളഞ്ഞത് പറഞ്ഞ അല്ലേ? ആട് എന്ത് കുഞ്ഞ ആടാ എന്റെ മെമ്പറെ. മെമ്പറിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആട് അന്നത്തെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ലോ മെമ്പർ പഞ്ചായത്തില് ഗ്രാമസഭ കൂടിയപ്പോ പുറയുന്നൊരു ഒറ്റ ഇടി കൊടുത്തിട്ടുണ്ടല്ലോ. രമണി വൈസ് പ്രസിഡന്റ് രമണിയുടെ മടി പോയിരുന്നു. അതിന്റെ കേസ് വേറെ. ഈ പുള്ളിക്കില്ലാത്ത കേസില്ല വകുപ്പ്.